ഗൈസ് എഗെയിൻ വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമുമായിട്ട്. സോ ഞാൻ ഇവിൾ ഞാൻ 2ൻ്റെ ഒരു വെപ്പൺ എസ്കേപ്പ് അതിൻ്റെ ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് 2 എസ്കേപ്പ് ഉണ്ട്. സോ ഒരു നോർമൽ ടൈപ്പ് എസ്കേപ്പും വെപ്പൺ എസ്കേപ്പും. സോ ആദ്യം വെപ്പൺ എസ്കേപ്പ് ഗെയിം പ്ലേ ആണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈസി മോഡി ഇട്ട് കളിക്കുവാണ്. ഓക്കെ, ഞാൻ ഈസി മോഡി ഇട്ട് ഇതിൻ്റെ വെപ്പൺ എസ്കേപ്പ് ഞാൻ കളിക്കാൻ പോവാണ്. സോ അതൊരു ഇൻട്രോ സീൻ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പം ഇത് ഈവിൾ നണ്ണിൻ്റെ ഒരു പാട്ട് പാടുന്ന അത്ര ഓർത്താൽ മതി. സോ അതെന്തോ ഒരു പാട്ടുപാടി സംഭവമാണ്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ പരിപാടി. അതിന് മുമ്പ് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിടട്ടെ. സോ ഇവിടുന്ന് ഒരു കോഡ് വേണം കേട്ടോ. ഓക്കെ, 3841. ഓക്കെ, സെൻസിറ്റിവിറ്റി കൂടിയാലും പ്രശ്നമാണ്, അതുകൊണ്ട് അത് കുറച്ചിട്ടേക്കാം. ഇവിടെ ഒരു ഡോറുണ്ട്, ഇതുവഴിയാണ് പോകേണ്ടത്. സോ നമുക്ക് നമ്മുടെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഒരു ബേസ്മെൻറ്റ് അണ്ടർഗ്രൗണ്ട്. ഈ സംഭവം നമുക്ക് മാത്രമുള്ളതാണ്, ഇവിടെ അങ്ങനെ ആരും വരത്തില്ല. സോ അതൊരു ഇതാണ്. പിന്നെ ഇതാണ് നമ്മുടെ വെപ്പൻ്റെ സംഭവം കേട്ടോ. ഇത് വെപ്പൻ്റെ ഓരോ കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വെപ്പൺ മോളിൽ ഒരു സാധനമുണ്ട്, അത് വെപ്പൻ്റെ ഒരു സാധനം എടുക്കണം നമുക്ക്. സോ ഇതിൻ്റെ വേറൊരു പീസും കൂടെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. സോ ഇതുണ്ട് താഴത്തെ ഒരു സൈസ് സാധനം, അത് മണ്ടയിലാണ്. ഞാൻ വന്നിടത്തു നിന്നാണ് അത് എടുക്കണ്ടേ, അത് പോയി എടുത്തുകൊണ്ട് വരാം. സോ അതും പോയി എടുക്കണം. ഇപ്പോൾ അവിടെ ഞണ്ണ് വന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് ഞണ്ണല്ല, ഇപ്പോൾ അവിടെ പുള്ളിക്കാരിയുടെ പെറ്റ് എടുത്ത് ഇളകി കാണും. ഇതാണ് ഞാൻ പറഞ്ഞത്. സോ ഇതുണ്ട്, നമുക്കൊരു വെപ്പൺ കിട്ടി. ഇതിനകത്ത് ഇനി വേണ്ടത് ഇതിവിടെ ഇങ്ങനെ ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് വേണ്ടെന്ന് പറയുന്നതിനൊക്കെ സാധനം നോക്കാം. അത് എടുത്തപ്പോൾ കാണിച്ചായിരുന്നു. സോ നമുക്ക് ക്ലൂവിൻ്റെ അവിടെ ഉണ്ട്, അത് പോയി നോക്കിയാൽ പോരെ. സോ ഇതെന്ന് പറയുവാണെങ്കിൽ ഇനിയും ഇതിൻ്റെ റെസിപ്പി നോക്കുവാണെങ്കിൽ ഇവിടെ റെസിപ്പി നോക്കാൻ പറ്റാത്ത ഇനിയുള്ള കേസ് എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ പോയി ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ 4 സ്ഥലമുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ചർച്ച്, ഗാർഡൻ, പിന്നെ സ്കൂൾ റൂം, പിന്നെ വേറൊരു സ്ഥലം, അതും കൂടെ ഇത്ര 4 സംഭവമുണ്ട്. അത് നമുക്ക് പോയി സെർച്ച് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് സ്കൂൾ റൂമിലോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് കുറേ സാധനം കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചുകൊണ്ട് വരാം. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ടോയ്ലറ്റ് ഒരു സംഭവമുണ്ട്, അത് കണ്ടുപിടിക്കണം കേട്ടോ. ഓ, ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാ ടോയ്ലറ്റും തുറന്നു നോക്കേണ്ടിയിരിക്കുന്നു. സോ ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട് ഇവിടെ. ഇത് മെയിൻ ഡോർ. ഇവിടെ ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട്, ഇതും കൂടെ തുറന്ന് നോക്കണം. ഇവിടെ ഒന്നുമില്ല. ഇത് സംഭവമാണ് കേട്ടോ. മുകളിലോട്ടാണ് പോവേണ്ടത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവഴി നോ. അപ്പം നമുക്ക് മുകളിലോട്ട് തന്നെ പോകാം. ഇവിടെ എന്താ റൂം, ഇവിടുത്തെ ഇത് കയറി ഇതുവഴി തന്നെ വരുമോ? സോ നമുക്ക് ഇവിടെ ഒരു ലാബുണ്ട്. ലാബ് ഈ സാധനം ഇവിടെയാണ് നമുക്ക് വേണ്ട റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. റെസിപ്പി ഗെയ്സ്. പിന്നെ ഇതെന്താ സാധനം നോക്കട്ടെ. ഇവിടത്തൊക്കെ ഒന്നും ഇല്ല. നമുക്കിവിടെ റെസിപ്പി ഉണ്ടാക്കി ഇവിടെ കൊണ്ട് നമുക്കിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് റെസിപ്പി കൂട്ട് കിട്ടുന്നത്. ഇവിടെ ഒന്നും ഇല്ലടേ. ഇവിടെ എന്തെങ്കിലും? ഓക്കെ, ഇവിടെ ഒന്നുമില്ല. സോ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്, ഫോൺ ലാഗ് അടിക്കുന്നുണ്ട്. 2 വരുന്ന ലക്ഷണമാണ്. സോ വീഡിയോ സ്റ്റക്കാവില്ലേ? തീർന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇതും കൂടെ വന്നപ്പോൾ അടുത്തൊരു സ്ഥലം കൂടെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെയും ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. സോ ഇവിടെയും
ഞാൻ ഇവിടുത്തെ എല്ലാ ഡോറും തുറന്നു നോക്കി കേട്ടോ, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മണ്ട ഒരു ചുമല വര കാണാം, അത് ഞാൻ മറ്റേ എസ്കേപ്പിൻ്റെ ഒരു സാധനം. മറ്റേ എസ്കേപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബോംബ് പൊട്ടിച്ച് ഞണ്ണിനെ നമുക്കിവിടെ ബോംബ് പൊട്ടിച്ച് ഇടുക, എന്നിട്ട് കുറേ സംഭവം നമ്മൾ 3 ബോംബ് കിട്ടും, അതൊക്കെ പൊട്ടിച്ച് നമ്മളിവിടുന്ന് എസ്കേപ്പ് അടിക്കുക. അതാണ് വേറെ എസ്കേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതെന്താ ഒരു ഡ്രോയർ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇല്ല. സോ നമുക്ക് ചെയ്യേണ്ട പരിപാടിയൊന്നും ചെയ്യാൻ സാധനങ്ങൾ കിട്ടുന്നില്ലടേ, വൻ ഷോ കേട്ടോ. സോ ഇവിടെയും കൂടെ തുറന്ന് നോക്കാനായിട്ട്, ഇവിടെയും കൂടെ വല്ലതും തുറന്നാൽ എല്ലാം കിട്ടുമായിരിക്കും. ലാസ്റ്റ് ഇതാണ്, ഇവിടെ ഒന്നുമില്ല. സോ നമുക്ക് മിക്കവാറും ക്ലാസ് റൂമിൻ്റെ ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് വല്ലതും ആയിരിക്കും കിട്ടുന്നത്. സോ അങ്ങോട്ട് പോയി അതും കൂടെ തപ്പാം, തപ്പിയ പോലെ ഇരിക്കാം. സോ ഈ ഡ്രോയറേ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടുന്ന് ഓരോന്നായിട്ട് തപ്പി തുടങ്ങാം, എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇവിടെ ഒന്നുമില്ല. ലാഗടിക്കുന്നടേ. കിട്ടി. ഇതെന്തുവാ കണ്ണാടി, ഇത് വേറെ ഇത് വേറെ സംഭവത്തിന്, അത് ഉപകാരമില്ല, അതുകൊണ്ട് അത് വേണ്ട. ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഇവിടെയും ഒന്നുമില്ല, ഇവിടെയും ഇല്ല. ഇവിടെ 3-4 ക്ലാസ് റൂമുണ്ട്, അതുകൊണ്ട് വിഷയമില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു ക്ലാസ് റൂമുണ്ട്, ഇവിടെ കാണും. ഇവിടെ ഈ ഡ്രോയറി ഇവിടെ ഒന്നുമില്ല. നമുക്കൊരു മറ്റേ നമുക്ക് എന്നാ പറയുന്നത്, ഇതൊക്കെ ഇമാരെ എവിടെ കൊണ്ട് വെച്ചേക്കുവാടാ. സോ ഇവിടെയും പോയി. ഇനി നമുക്ക് ഇവിടുന്ന് മാറി വേറെ സ്ഥലം തപ്പാം. അതെ, നമുക്ക് ഉദ്ദേശിച്ച സാധനം ഇതാണ്. ഇതല്ല എന്ന് വെച്ചാൽ നമുക്ക് വേറെ അവിടെ കുറേ ഡോറുണ്ട്, അതിൻ്റെ ലോക്കറില്ല, ഇതിൻ്റെ ഒരു ലിവറില്ല. അതൊക്കെ ഈ ലിവർ പോലൊരു സാധനമാണിത്. ഈ ഒരു ബായ് ഇരിക്കുന്നത്, അവിടെ ബായ് കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അതെ, ഇതെന്നാ ഒരു ഡ്രോയിങ് കാണിട്ടുണ്ട്. ഈ ഡ്രോയിങ് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വെള്ളം കൊരുവല്ലോ ഒഴിക്കണമായിരിക്കും. അതെന്നാ പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ അതല്ല തപ്പുന്നത്, എനിക്ക് റെസിപ്പി വേണം. റെസിപ്പിയുടെ ഉണ്ടാക്കാനുള്ള ഒരു സാധനം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ തുറന്ന് അത് കിട്ടി. ഇതേതാ ഗ്രീൻ ഹൗസ് കീ. അപ്പോൾ അത് ആ കീയും വേണം ഞാൻ. സോ ഇത് വെച്ചുകൊണ്ട് ഞാൻ താഴോട്ട് പോകാം കേട്ടോ. ഇവിടെ നല്ല പ്രയോജനമൊന്നുമില്ല, ഇവിടെ എനിക്ക് വേണ്ട ഒന്നുമില്ല. പിടിച്ചു